അരുൺകുമാർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടെന്ന് അനൂപ് ആന്റണിയുടെ അനൂപടി എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ കുറിച്ച് കുമ്മനടി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ബഹുമാനനായിട്ടുള്ള നേതാവിനെ കുറിച്ചും ഇന്നത്തെ ജനറൽ സെക്രട്ടറിയെ കുറിച്ചും അനൂപടി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കാണിച്ചിട്ടുള്ള നാളെ നിങ്ങൾ ഉയർത്തി കാണിച്ചിട്ട് കാര്യമില്ല. രണ്ട് കൈകൾ വരുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. ഒരു തോളിൽ രണ്ട് കൈകൾ വരുന്ന കാഴ്ച നാണമില്ലേ അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു? എന്നിട്ട് 12,000 കിലോമീറ്റർ ഓടിയത്രേ. 12,000 കിലോമീറ്റർ ഓടിയെന്നാണോ ഈ പറയുന്നത്? എന്താണ് ഉല്ലാസ് ബാബു? ഉല്ലാസ് ബാബു, നിങ്ങൾ നിങ്ങളുടെ സംസ്കാരത്തിനനുസരിച്ച് സംസാരിച്ചോളൂ. നിങ്ങൾ നിങ്ങളുടെ സംസ്കാരത്തിനനുസരിച്ച് സംസാരിച്ചോളൂ. അത് അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ഒറ്റ കാര്യമേ എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളൂ. ഒരാളുടെ തോളിൽ ഒരാൾ കൈവച്ച് നിൽക്കുമ്പോൾ അയാളെ തന്നെ സഹോദരൻ വിളിച്ച് റോജിയുടെ മാറത്ത് ചാരി നിൽക്കുമ്പോൾ അനൂപ് ആന്റണി എന്ന് പറയുന്ന BJP-യുടെ നേതാവ് അയാളുടെ തോളിൽ കൈയിടാൻ നടത്തുന്ന ശ്രമം അത്യന്തം അപഹാസ്യമായിരുന്നു. അതാണ് നമ്മൾ കണ്ടത്. ആ ദൃശ്യങ്ങൾ താങ്കൾക്ക് വേണമെങ്കിൽ ഒരിക്കൽ കൂടി കാണാം. അത് താങ്കൾക്ക് എങ്ങനെ അറിയാം? താങ്കൾ മനഃപൂർവ്വം അനൂപിനെ കളിയാക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണെന്ന് എനിക്കറിയാം. ഇത് താങ്കൾ മനഃപൂർവ്വം അനൂപ് ആന്റണിയുടെ ഈ ദൃശ്യങ്ങൾ എന്നെ കൊണ്ട് കാണിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതാണെന്ന് എനിക്കറിയാം. ആരാണ് മാനവ തസ്കരും? ഹെഡ്സെറ്റ് ഊരി കളഞ്ഞിട്ടാണ് ഉല്ലാസ് ബാബുവിന്റെ പ്രകടനം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാണൂ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാണൂ. ഛത്തീസ്ഗഡിലെ BJP, അദ്ദേഹത്തിന്റെ ശബ്ദം കുറച്ചുള്ളൂ. ഹെഡ്സെറ്റ് ഊരി കളഞ്ഞ ആളുടെ ശബ്ദം പിന്നെ നമ്മൾ എന്തിനാ കേൾപ്പിക്കുന്നത്? ഇവിടുന്ന് അങ്ങോട്ടും കൂടി കേൾക്കാൻ പറ്റണ്ടേ? ഇത് BJP-യുടെ മൻ കി ബാത്ത് അല്ലല്ലോ. ഉല്ലാസ് ബാബുവിന്റെ മൻ കി ബാത്ത് അല്ലേ ഈ പരിപാടി? ഉല്ലാസ് ബാബുവിന് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഉല്ലാസ് ബാബു, ഈ മാനവ തസ്കരും കെ ചരണോമേം കോൺഗ്രസ് പാർട്ടി പോയി. ആ ചോദ്യത്തിന് ഉത്തരവില്ലാതെ ഉല്ലാസ് ബാബു ഇറങ്ങിപ്പോയി. മാനവ തസ്കരും കെ ചരണോമേം കോൺഗ്രസ് പാർട്ടി, മാനവ തസ്കരവും എന്നെഴുതി ഈ കന്യാസ്ത്രീകളുടെ ഫോട്ടോ ഇട്ട് പ്രദർശിപ്പിച്ചത് ഇന്ന് രാവിലെ ഛത്തീസ്ഗഡിലെ BJP എന്ന് പറയുന്ന പാർട്ടിയാണ്. ഛത്തീസ്ഗഡിലെ BJP പാർട്ടിയും ഉല്ലാസ് ബാബുവിന്റെ പാർട്ടിയും ഒന്ന് തന്നെയാണോ? ഒറ്റ ചോദ്യം എനിക്കുണ്ടായിരുന്നുള്ളൂ. ഉല്ലാസ് ബാബുവിന് മറുപടിയില്ല. പ്രേക്ഷകർക്ക് ഒഴിഞ്ഞു കിടക്കുന്ന ആ ഫ്രെയിം കാണാം. അവിടെയാണ് BJP-യുടെ നേതാവ് ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഉണ്ടായിരുന്നത്. അതൊരു സാങ്കല്പിക ഉത്തരമായിട്ട് അവിടെ നിൽപ്പുണ്ട്. ഉത്തരം പറയാൻ ആ കസേരയിൽ ഉല്ലാസ് ബാബു ഇല്ല. ഉല്ലാസ് ബാബു ഇല്ല.